പേര് യമുന. യമ്മു ട്രെയിനിന്റെ പേരാ. കള്ളക്കളി കളിക്കരുത്. യമ്മൂന്ന് ആർക്കാ പേര്? എന്തോത്തിന്റെ പേരാണ്? ട്രെയിനിന്റെ പേര്. പേര് മതി അമ്മക്ക്. മനുഷ്യന്റെ പേര് വേണമെന്നൊന്നുമില്ല. വെറൈറ്റി വെറൈറ്റി. എനിക്കറിയാം. അടുത്ത സ്ഥലം എന്താ നിങ്ങള് യമുന നദി തീരം. സ്ഥലത്തിന്റെ പേര് വരണം. യമുന നദി തീരം സ്ഥലമില്ലേ? യമകുണ്ടപുരം. അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഏത് ജില്ലയിലാ? ഏത് സ്ഥലം? യമകുണ്ടപുരം എവിടുത്തെ സ്ഥലം? അങ്ങനെ ഒരു സ്ഥലമല്ല. ഗൂഗിൾ യമുന നദീ തീരത്തിന് യമൻ. യമകുണ്ടപുരം യമുന നദീ തീരം ഉണ്ടടി. ഇല്ല കള്ളക്കളി രണ്ടുപേരും. യമകുണ്ടപുരം നിങ്ങള് പറ, അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ? ഗുണ്ടപുരമേ ഉള്ളു. യമകുണ്ടപുരം ഓർ യമകുണ്ടം എ വില്ലേജ് ഫേമസ് ഫോർ ഹിസ്റ്റോറിക്കൽ. ഇതൊക്കെ എന്ത് നദീ തീരവും അത് സ്ഥലത്ത് വരുന്നു. ഇത് നോക്കാമെങ്കിൽ അത് നോക്കാം. അത് നോക്കാമല്ലോ. അത് സ്ഥലത്ത് വരുന്നില്ല. തീരം അതെന്ന് പറയുന്നത് ഒരു തീരപ്രദേശമാണ്. അവിടെ സമായിക്ക് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അതെന്ന് പറയുന്നത് ഒരു തീരപ്രദേശമാണ്. അടുത്ത സാധനം എന്തുവാ? ഞാൻ യമുവിന്റെ മുട്ട. എടി യമു എന്ന് പറയുന്ന പശുണ്ട്. യമു അല്ല അത്. പിന്നെന്തുവാ? കാക്ക. യമു അല്ല, യമു. യമുവിന്റെ മുട്ട. യമ്മുവിന്റെ മുട്ടയെന്നൊന്നും എഴുതാൻ പറ്റും. അപ്പൊ മാ വരുമ്പോ മുട്ടാന്ന് മാത്രമേ. എന്നാ പിന്നെ നീ കടയിൽ പോയി മുട്ട എന്ന് പറയുമ്പോൾ പാമ്പിന്റെ മുട്ട എന്ന് പറയുമ്പോൾ പാമ്പിന്റെ മുട്ട എടുത്ത് നന്ദി കുടിച്ചു. അങ്ങനെ യമ്മുവിന്റെ മുട്ട പറ്റത്തില്ല. യമ്മുവിന്റെ മുട്ട പറ്റും. ഞാൻ എന്താ എഴുതിയ? എന്നാ ഞാൻ ലാസിന്റെ മുട്ട എല്ലാം പറ്റിപ്പോ. യാത്ര അവള് എഴുതിയിട്ടില്ല. പറഞ്ഞല്ല ഞാൻ. യമകുണ്ടപുരത്തിന് എഴുതി വെച്ചിരിക്കുന്നത് യമകുടപുരം. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അപ്പൊ യമഗുണപുരം ഇല്ല. കാണിക്കാൻ പറ്റത്തില്ല. യമുവിന്റെ മുട്ട അല്ലെങ്കിൽ യമുവിന്റെ മുട്ട. ഇയാളെ ചോദിച്ച യമുവിന്റെ മുട്ട. എഴുത്ത് നോക്കണ്ടത് പെട്ടെന്ന് എഴുതാൻ വേണ്ടി അങ്ങനെ എഴുതുന്നതിന് ഇയാൾ യാത്രക്കാരുടെ ശ്രദ്ധ. കേരളത്തിൽ ഞാൻ പറഞ്ഞു മൊത്തം എഴുതണം. അത് പറ്റത്തില്ല. നിങ്ങൾ ശ്രദ്ധ ഇട്ടെ കുത്തു കുത്തു കുത്ത.